കരുതി കൂട്ടി ആൾക്ക് സ്ഖലനമുണ്ടാക്കിയാൽ, സ്വയം ഭോഗമോ മറ്റോ ചെയ്ത് സ്ഖലനമുണ്ടാക്കിയാൽ എന്താണ് വിധി? സ്വയം ഭോഗം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് നോമ്പുകാരനായിരിക്കുകയും അല്ലാത്ത സന്ദർഭത്തിലും പാടില്ല, ഹറാമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لفروجهم حافظون. മുഅ്മിനുകൾ, സ്വർഗാവകാശികളാകുന്ന മുഅ്മിനുകൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, അവരുടെ ഭാര്യമാരുമായോ അവരുടെ അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധം ഒഴികെ, അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക്, അതല്ലാത്തതാരെങ്കിലും തേടിപ്പോയാൽ, അതല്ലാത്തതാരെങ്കിലും ചെയ്താൽ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാണ് അതിക്രമം പ്രവർത്തിച്ചവർ. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച ഈ ബന്ധമല്ലാത്ത മറ്റേത് വഴിയിലൂടെ ഒരാൾ തന്റെ ലൈംഗിക വികാരം ശമിപ്പിക്കാൻ ശ്രമിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അതിക്രമം പ്രവർത്തിച്ചവരാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പ്രകാരം സ്വയം ഭോഗം ചെയ്യുക ഹറാമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്ത് അതിന് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമാണ്, പാടില്ല. നോമ്പുകാരനായിരിക്കെ ഒരാൾ റമദാനിന്റെ പകലിൽ അങ്ങനെ ചെയ്യുക എന്നത് കടുത്ത തെറ്റാണ്. അങ്ങനെ ചെയ്ത് ഒരാൾ നോമ്പ് മുറിച്ചാൽ അതിലൂടെ നോമ്പ് മുറിയും, സംശയമില്ല, അതിലൂടെ നോമ്പ് മുറിയും. അങ്ങനെ ഒരാൾ നോമ്പ് മുറിച്ചാൽ അയാൾ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാഹു തൗബ സ്വീകരിച്ചേക്കും. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അതുപോലെ അയാൾ മുറിച്ചു കളഞ്ഞ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യണം. ആ ഒഴിവാക്കിയ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യൽ നിർബന്ധമാണ്. കാരണം നോമ്പുകാരൻ അവന്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യദഉ തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി. നോമ്പുകാരൻ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പാനീയം ഉപേക്ഷിക്കുന്നു, അതുപോലെ അവന്റെ ലൈംഗിക മോഹപൂർത്തീകരണം ഉപേക്ഷിക്കുന്നു. എങ്കിലാണ് അവന്റെ നോമ്പ് ശരിയാവുക. ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുമെന്നതുപോലെ, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയുമെന്നതുപോലെ ഒരാൾ ഈ രൂപത്തിൽ തന്റെ ലൈംഗിക വികാരം ശമിപ്പിച്ചാൽ അയാളുടെ നോമ്പ് മുറിയുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല.